ഇനിയും ഷോറൂമുകൾ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഹണി റോസിനെ പോലെയുള്ള സെലിബ്രിറ്റി ഇനിയും ഉദ്ഘാടനത്തിന് ക്ഷണിക്കും. തീർച്ചയായിട്ടും. എൻ്റെ ഉദ്ദേശം അന്ന് ഇന്നൊക്കെ വിളിക്കുന്നത് മാർക്കറ്റിംഗ്, സെയിൽസ്, പ്രൊമോഷന് വേണ്ടിയാണ്. അത് അവരോട് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അതിന് തന്നെയാണ് വിളിച്ചിട്ട്. ആ ഉദ്ദേശം മാത്രം തന്നെ ഉണ്ടായിട്ടുള്ളൂ. അത് വിട്ടിട്ട് വേറൊരു ഉദ്ദേശം അങ്ങനെയൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനെക്കുറിച്ച് ഒരു അറിവ് എനിക്കില്ല. അറിയില്ല എനിക്ക് അതിനെക്കുറിച്ച്. ഇത് കോടതിയിൽ ഇരിക്കുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയാനില്ല. ഇല്ല, ബിസിനസ്സിനെ ബാധിച്ചിട്ടില്ല. ഇപ്പോഴാണ് കുറച്ച് നേരത്തെ വിളിച്ചപ്പോൾ ബിസിനസ്സുകളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതിനൊന്നും ബാധിച്ചിട്ടില്ല. നമ്മുടെ കസ്റ്റമേഴ്സും ഷെയർ ഹോൾഡേഴ്സും എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് നമ്മൾ സപ്പോർട്ട്, ആ വിശ്വാസത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഒടുവിൽ ബോച്ചയുടെ കാര്യം നമ്മൾ എല്ലാവരും അറിഞ്ഞല്ലോ. 6 ദിവസത്തെ ജയിൽ വാസത്തിന് ശേഷമാണ് ബോച്ചി പുറത്തിറങ്ങിയത്. ബോച്ചി അകത്ത് കിടന്നപ്പോഴും അതുപോലെ പുറത്തിറങ്ങിയപ്പോഴും തികച്ചും സൂപ്പർ സ്റ്റാറിന്റെ ഒരു നിരയിൽ തന്നെയാണ് ബോച്ചി ഇപ്പോഴും ഉള്ളത്. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, തന്നെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് ബോച്ചിക്ക് കൃത്യമായിട്ട് അറിയാം. തികച്ചും അദ്ദേഹത്തിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ് ഇപ്പോൾ കേരള ജനതകൾ കാണുന്നത്. ബോച്ചി ജയിലിനായപ്പോ തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളും അവർക്കറിയാലേ ഇതിന് പിന്നിൽ ഒരു ഗൂഢതന്ത്രം തന്നെ ഉണ്ട് അല്ലെ. പ്രത്യേകിച്ചും ഇദ്ദേഹം ഒരു വ്യവസായി, നമ്പർ 1 വ്യവസായിയായ ഒരു വ്യക്തിയാണ്. അതിന് പിന്നിൽ കുറെ ശത്രുക്കൾ ഉണ്ടാകും. ഇദ്ദേഹത്തെ എങ്ങനെയും തറ പറ്റിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയായിരിക്കും ഇതിന് പിന്നിലുണ്ടായിരുന്നത്. ഒരു വിഭാഗം പറയുന്നത് ഈ ഒരു ബിസിനസിന്റെ എതിരാളികൾ തന്നെയാണ് ബോച്ചയെ ഇത്രയും ഇങ്ങനെ ഒരു സ്ഥിതിയിൽ എത്തിച്ചത് എന്ന് പറയുന്നു. എന്നാൽ മറുഭാഗം പറയുന്നത് ഇതിന് പിന്നിൽ രാഷ്ട്രീയ കളികൾ ഉണ്ട് എന്ന് വരെ പറയുന്നുണ്ട്. എന്തായാലും ജയിലിന് അദ്ദേഹം പുറത്തിറങ്ങിയപ്പോ തന്നെ മാധ്യമ പ്രവർത്തകരോട് വളരെ സൂക്ഷിച്ച് തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതും കൃത്യമായിട്ടുള്ള മറുപടികൾ തന്നെയാണ് അദ്ദേഹം കൊടുക്കുന്നത്. ഒരു നമ്പർ 1 ബിസിനസ്സുകാരൻ തന്നെയാണ് ബോച്ചെ. അദ്ദേഹത്തിന്റെ വസ്ത്രധാരണത്തിന് മുതൽ ബോച്ചെ ടീ വരെ അവസാനിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ബിസിനസ് മാർക്കറ്റിംഗ്, ശരിക്കും അത് നന്നായിട്ട് തന്നെ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാം. അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്നും നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ മനഃപൂർവ്വം ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയാറില്ല. കഴിയാവുന്ന സഹായങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും എൻ്റെ വാക്കുകൊണ്ട് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് പറയാൻ യാതൊരു ബുദ്ധിമുട്ടോ ഈഗോ കോംപ്ലക്സ് ഇല്ലാത്ത ആളാണ്. കോടതിയെ ഞാൻ ബഹുമാനിക്കുന്നു. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇത്രയും കാലത്തിനിടയ്ക്ക് കോടതിയെ ധിക്കരിച്ചു എന്നുള്ള ഒരു സംഭവം എന്നെ കുറിച്ചിട്ടുണ്ടായിട്ടില്ല. ഇനിയും ഉണ്ടാവില്ല ഭാവിയിൽ. ഇത്ര കാലത്തിനിടയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ള ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ മീഡിയകളിലൊക്കെ നാടകം എന്നുള്ളൊക്കെ അങ്ങനെയൊക്കെ പല രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാരണവശാലും നമ്മളൊരു ബിസിനസ്മാനാണ്. കോടതിയോടൊക്കെ അങ്ങനെ കളിക്കുക, ആരെങ്കിലും വിവരമുള്ളവരാരും കളിക്കില്ല. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. ഒരിക്കലും ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടി അങ്ങനെ ഒരിക്കലും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ ആ രീതിയിലേക്കുള്ള അങ്ങനെയൊക്കെ ചർച്ചകൾ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്നത്, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ എനിക്ക് വിശ്വാസമുണ്ട്. കോടതിയോട് എന്നും ബഹുമാനം മാത്രമേ ഉള്ളൂ. എൻ്റെ വാക്കുകൊണ്ട് ആർക്കെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല. എങ്കിൽ പോലും അതിന് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. എനിക്ക് യാതൊരു കുറവില്ല എന്നതാണ്. ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഫാൻസ് എല്ലാ ജില്ലകളിലും കോർഡിനേറ്റേഴ്സിന് നേരത്തെ തന്നെ ഡയറക്ഷൻ കൊടുത്തിരുന്നു. ഒരു കാരണവശാലും ജയിലിലേക്ക് ആരും വരരുത്. അവിടെ വന്ന് തിക്കും തിരക്കുണ്ടാക്കിയാൽ ഇതൊക്കെ എന്നെയാണ് ബാധിക്കുക. അതുകൊണ്ട് ആരും തന്നെ അങ്ങോട്ട് വരേണ്ടതില്ല. എല്ലാം ഞാൻ പുറത്തു വന്നിട്ട് സന്തോഷപരമായിട്ട് നമുക്ക് പിന്നെ കൂടാം എന്ന് ഉള്ള നിർദ്ദേശം എല്ലാ ജില്ലകളിലും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റേഴ്സിന് ഡയറക്ഷൻ നേരത്തെ കൊടുത്തതാണ്. പിന്നെ വന്നിട്ടുള്ളത് ആരാണ് എന്താണോ എന്നൊന്നും നമുക്ക് അറിയുന്നതല്ല. ഒന്ന് ഇതാണ് ചോദ്യം, എന്തുകൊണ്ട് ഇന്നലെ ഇറങ്ങിയില്ല? ഞാൻ പറഞ്ഞു, ഇന്നലെ ഇറങ്ങാനുള്ള സംവിധാനങ്ങളൊന്നും അവിടെ എത്തിയിട്ടില്ല. ഇന്ന് രാവിലെയാണ് റിലീസ് ഓർഡർ വന്നിട്ടുള്ളത്. എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ആണ് എന്ന് പറഞ്ഞാൽ കൂടുതൽ എനിക്കറിയില്ല. അതുകൊണ്ട് ഇന്നലെ ഇറങ്ങിയില്ല. ഇന്നത്തെ ചോദ്യം, ഇതുപോലെ ഈ ജാമ്യം കിട്ടാത്തവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ വേണ്ടിയാണോ നിങ്ങൾ അവിടെ നിൽക്കുന്നത്? അതിന് വേണ്ടിയല്ല. അങ്ങനെ ഒരു ഉദ്ദേശം നമുക്കുണ്ട്. നല്ല കാര്യങ്ങൾ നമ്മൾ പലതും ചെയ്യുന്ന പോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് വേണ്ടുന്ന 1 കോടി രൂപ നമ്മുടെ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് അനുവദിച്ചിട്ടുണ്ട്. ലീഗൽ എയ്ഡിന് കുറേ ചെറിയ കേസുകളൊക്കെ പെട്ടിട്ടുള്ള കേസുകളൊക്കെ ഉണ്ട്, അതിനുണ്ട്. അപ്പം അങ്ങനെ അവിടെ ചെന്ന് പെട്ടപ്പോൾ എനിക്കത് ചെയ്യണമെന്ന് തോന്നി. ഇതുപോലെ അത് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനുവേണ്ടി ഇത് ചെയ്യുകയോ കോടതിയെ ധിക്കരിക്കുകയോ ഒരിക്കലും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യുന്ന വ്യക്തിയല്ല. അങ്ങേയറ്റം ബഹുമാനം മാത്രമാണ് കോടതിയോടുള്ളത്. എൻ്റെ ഉദ്ദേശശുദ്ധിയിൽ ഒരിക്കലും ഒരാളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കാറില്ല. അങ്ങനെ ഉദ്ദേശിച്ചിട്ട് സംസാരിക്കാറില്ല. പിന്നെ ഏതെങ്കിലും തരത്തിൽ എൻ്റെ വാക്കുകൊണ്ട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും ഭാവിയിൽ ശ്രദ്ധിക്കും ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ.
പ്രത്യേകിച്ച് കോടതിയും അത് പറഞ്ഞിട്ടുണ്ട്. വളരെ സൂക്ഷിച്ചൊക്കെ വേണം സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ എന്നുള്ളത്. ഇനി ദ്വയാർത്ഥ പ്രയോഗം ഉണ്ടാവില്ല, അതാണ് പ്രധാന പ്രശ്നം. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാനത് ശ്രദ്ധിക്കും. എൻ്റെ വാക്കുകളൊക്കെ വളരെ ഞാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും. ഈ ജയിൽ ജീവിതം ശരിക്കും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് ഈ സോഷ്യൽ മീഡിയ നമ്മൾ പരിശോധിച്ചാൽ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ വ്യക്തി, ബോച്ച എന്ന വ്യക്തി ഒരുപാട് ദ്വയാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ വിഷയം വന്നപ്പോഴാണ് അത് ആളുകൾ കൂടുതൽ വിഷയങ്ങൾ ചർച്ചയും കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇനി അത്തരത്തിലുള്ള പ്രയോഗങ്ങളൊന്നും ഒഴിവാക്കുമോ? തീർച്ചയായിട്ടും. കാരണം അത് കോടതി പറഞ്ഞു, അപ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടു. തീർച്ചയായിട്ടും ഒരാളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ ശ്രദ്ധിക്കുക, അതിൻ്റെ മാനിക്കുന്നു ഞാൻ അതിനെ പറഞ്ഞു. പിന്നെ ഞാൻ ചെന്നപ്പോൾ എൻ്റെ റൂമിൽ തന്നെ ഒരാൾക്ക് എടുക്കുന്നുണ്ട്. ആള് എന്തോ ഇതുപോലെ തന്നെ എന്തോ കമന്റ് ഇട്ടിട്ടുള്ളതാണ്, ഒരു ഇതിൽ കമന്റ് ഇട്ടിട്ട് എന്തോ മോശമായ ആണ്. ആ ആൾക്ക് ജാമ്യം കിട്ടി, പക്ഷേ ജാമ്യത്തിന് ആളില്ലാതെ, പൈസ ഇല്ല, 6000 രൂപ ഇല്ലാത്തതുകൊണ്ട് അവിടെ എടുക്കുക. അപ്പോൾ അങ്ങനെ കുറേ പേര് എന്നപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യാം എന്നുള്ളത് അത് അറിയുന്നവർക്കറിയാം. ഇവിടെ മാത്രമല്ല, നമ്മൾ പല മേഖലകളിലും ചാരിറ്റി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന രീതിയിൽ ഇതും ഉദ്ദേശിച്ചു അർഹിക്കുന്നതാണെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒരിക്കലും കോടതിനെയൊക്കെ ധിക്കരിക്കാൻ ഞാൻ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഉദ്ദേശം അന്ന് ഇന്നൊക്കെ വിളിക്കുന്നത് മാർക്കറ്റിംഗ്, സെയിൽസ്, പ്രൊമോഷന് വേണ്ടിയാണ്. അത് അവരോട് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അതിന് തന്നെയാണ് വിളിച്ചിട്ട്, ആ ഉദ്ദേശം മാത്രം തന്നെ ഉണ്ടായിട്ടുള്ളൂ. അത് വിട്ടിട്ട് വേറൊരു ഉദ്ദേശം അങ്ങനെ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനെക്കുറിച്ച് ഒരു അറിവ് എനിക്കില്ല. അറിയില്ല എനിക്ക് അതിനെക്കുറിച്ച്. ഇത് കോടതിയിൽ ഇരിക്കുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയാനില്ല. ഇല്ല, ബിസിനസ്സിനെ ബാധിച്ചിട്ടില്ല. ഇപ്പോഴാണ് കുറച്ച് നേരത്തെ വിളിച്ചപ്പോൾ ബിസിനസ്സുകളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, അതിനൊന്നും ബാധിച്ചിട്ടില്ല. നമ്മുടെ കസ്റ്റമേഴ്സും ഷെയർ ഹോൾഡേഴ്സും എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് നമ്മൾ സപ്പോർട്ട്, അവിശ്വാസത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്കറിയായിരുന്നല്ലോ, നടി ഹണി റോസ് കൊടുത്ത ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബോച്ചെ ആ ജയിലിൽ കിടന്നതും ഇത്രയും ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയതും. പക്ഷെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ അദ്ദേഹം വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ സൂക്ഷിച്ച് തന്നെയാണ് ആ ഒരു മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നത്. അതെല്ലാം നമ്മൾ ആ വീഡിയോയിൽ കണ്ടതാണല്ലോ. അദ്ദേഹം എടുത്തതിൽ പറയുന്നുണ്ട്, ഹണി റോസ് പോലെയുള്ള നടിമാരെ താൻ ഇനിയും തീർച്ചയായിട്ടും ഉദ്ഘാടനത്തിന് വിളിക്കും. അത് ചുമ്മാ അങ്ങ് വിളിക്കുന്നതല്ല, പേയ്മെന്റ് കൊടുത്തിട്ട് തന്നെയാണ് അദ്ദേഹം വിളിക്കുന്നത് എന്ന് അദ്ദേഹം തറപ്പിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹണി റോസിന് ഇനിയും താൻ വിളിക്കുമെന്ന് ബോച്ചെ പറയുന്നത്. ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഇത് ഹണി റോസിനോടുള്ള ഒരു മധുര പ്രതികാരം എന്ന് വേണമെങ്കിൽ പറയാല്ലേ. ബോച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു സിറ്റുവേഷനിലും സ്ത്രീ എന്നോ പുരുഷനെന്നോ ഒരു വ്യത്യാസമില്ലാതെ ഒന്നടങ്കം ഇറങ്ങിയ കാഴ്ചകൾ നമ്മൾ ഏറെ കണ്ടതാണ്. എന്തായാലും ഈ ഒരു ഹണി റോസിന്റെ പരാതിയില് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ തന്നെയായിരുന്നു എടുത്തതല്ലേ. ആക്ഷൻ നമ്മൾ നവീൻ ബാബുവിന്റെ കേസിലോ ആ ഒരു കാര്യത്തിലൊന്നും നമ്മൾ കണ്ടില്ല. പക്ഷെ ഈ ഒരു സംഭവത്തില് ഹണി റോസിന്റെ കാര്യത്തില് പോലീസിന്റെ ത്വരിതഗതിയിലുള്ളത്, അതായത് വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു ഈ ഒരു ബോച്ചയെ ചെന്ന് വയനാട്ടിൽ പോയി അറസ്റ്റ് ചെയ്തതും അതിനുള്ള ഒരു ആക്ഷൻ എടുത്തതൊക്കെ, അതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. പക്ഷെ ഇതൊന്നും അദ്ദേഹത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബിസിനസിനെ യാതൊരു രീതിയിലും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു ഫസ്റ്റ് ഒരു റിയാക്ഷൻ, അതായത് ജയിലിൽ നിന്ന് വന്നിറങ്ങിയ ഒരു സമയത്ത് തന്നെ മാധ്യമ പ്രവർത്തകർ ചോദിച്ച ആ ഒരു ചോദ്യമുണ്ടല്ലോ, ഹണി റോസിനെ ഇനിയും ഉദ്ഘാടനത്തിന് വിളിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ആ ഒരു ചോദ്യത്തിന് അദ്ദേഹം മധുര പ്രതികാരം എന്ന് തന്നെയുള്ള രീതിയിൽ തന്നെയാണ് അതിന് ഉത്തരം കൊടുത്തത്. ഇനിയും താൻ വിളിക്കുന്നത് ചുമ്മാതല്ല, അതിനുള്ള പേയ്മെന്റ് കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു കാശ് വാങ്ങിച്ചിട്ടാണല്ലോ ഹണി റോസ് ഈ ഒരു ഉദ്ഘാടന ചടങ്ങുകളിൽ വരുന്നത്. ഹണി റോസിനെ പോലെയുള്ള നടിമാരെ ഇനിയും താൻ വിളിക്കുമെന്ന് തന്നെയാണ് ബോച്ചെ ഇവിടെ ഉറപ്പിച്ച് പറയുന്നത്.